بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد، اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد، സഹോദരങ്ങളെ, അഖീദത്തുൽ വാസിത്തിയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുന്നു: വഖൗലുഹു ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ إن الله يعلم وأنتم لا تعلمون. سورة النحل آية فلا تضربوا لله الأمثال. നിങ്ങൾ അള്ളാഹുവിന് മസലുകളെ പറഞ്ഞുണ്ടാക്കരുത്. ഇന്ന അല്ലാഹ യഅലമു, അള്ളാഹു അറിയുന്നു. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നില്ല. അള്ളാഹുവിന് നിങ്ങൾ അംസാൽ ഉണ്ടാക്കരുത് എന്നാണ് ഈ ആയത്തിൽ റബ്ബ് പറഞ്ഞത്. അറബി ഭാഷയിലെ പ്രയോഗമാണ് ദറബ മസലൻ. ഒരു ഉപമ പറയുന്നതിന് പറയും ദറബ മസലൻ. മസൽ എന്നത് ഉദാഹരണം എന്നതിനർത്ഥമുണ്ട്. ഉപമ അതുപോലെ തുല്യമായത് എന്നതിനർത്ഥമുണ്ട്. ഇവിടെ അള്ളാഹുവിന് അംസാൽ പറയരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ പറയരുത്. അള്ളാഹുവിനെ പോലെ മറ്റാരെങ്കിലും ഉണ്ട് എന്ന് പറയരുത്. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണം. രണ്ടാമത്തേത്, അംസാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ അള്ളാഹുവിനെ മറ്റൊന്നിനോട് ഖിയാസാക്കരുത്. ഖിയാസ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ വിധി മറ്റൊന്നിന് ബാധകമാക്കുക. അതിനാണ് ഖിയാസ് എന്ന് പറയുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇജ്മാഉം ഖിയാസും. ഇസ്ലാമിലെ തെളിവുകളിലൊന്നായി പറയപ്പെടുന്നതാണ് ഇജ്മാഉം അതുപോലെ ഖിയാസും. ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. അതുപോലെ മറ്റൊരു തെളിവ് ഖുർആനിലോ മറ്റൊരു തെളിവ് ഈ ദീനിൽ ഇല്ല. ഇജ്മാഉം ഖിയാസും ഖുർആനെയും സുന്നത്തിനെയും ആശ്രയിച്ച് നിൽക്കുന്ന തെളിവാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ് ഈ രണ്ട് തെളിവുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇജ്മാ എന്നാൽ മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരായ ആളുകൾ ഏതെങ്കിലും ഒരു കാലത്ത്, ഒരു പ്രത്യേക കാലത്ത് ഒരു വിഷയത്തിൽ യോജിച്ചാൽ അതിന് ഇജ്മാ എന്ന് പറയും. ഇസ്ലാമിലെ വലിയ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു കാലത്ത്, എല്ലാ കാലത്തും യോജിച്ചാലേ ഇജ്മാ ആവൂ എന്നില്ല, ഒരു കാലത്ത് ഒരു വിഷയത്തിൽ ആ കാലത്തെ ഇസ്ലാമിലെ വലിയ പണ്ഡിതന്മാർ യോജിച്ചാൽ അതിന് ഇജ്മാ എന്ന് പറയും. അത് ദീനിൽ തെളിവാണ്. അത് ദീനിൽ തെളിവായ കാര്യമാണ്. രണ്ടാമത്തേത് പിന്നെ ഉള്ളത് ഖിയാസാണ്. ഖിയാസ് എന്നാൽ ഒന്നിന്റെ വിധി മറ്റൊന്നിന് ബാധകമാക്കുക. അതായത് ഒരു പുതിയ മസ്അല, ഒരു പുതിയ വിഷയം വന്നിരിക്കുന്നു. അത് പണ്ട് കാലത്ത് ഖുർആൻ അവതരിക്കുന്ന കാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ സംഗതി അതുപോലെ ഇല്ല. അപ്പൊ ഇതിന്റെ വിധി ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കണ്ടെത്തും. എങ്ങനെ? ഇതിന് സമാനമായതിന്റെ വിധി എന്താണോ അത് ഇതിന് ബാധകമാകും. ഇതിനാണ് ഖിയാസ് എന്ന് പറയുക. ഖിയാസിന് ഒരു അസ്ൽ വേണം, അഥവാ ആ അടിസ്ഥാന നിയമം വേണം. പിന്നെ ഈ കാലത്ത് സംഭവിച്ചിട്ടുള്ള പുതിയ കാര്യം ഉണ്ടാകണം. ഇത് രണ്ടും പരസ്പരം യോജിക്കണം. അപ്പൊ അതിന്റെ വിധി ഇതിനും ബാധകമാകും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. ഈ കാലത്ത് ഒരു പുതിയ പാനീയം പ്രത്യക്ഷപ്പെട്ടു, ഒരു പുതിയ പാനീയം. ഇത് പഴയ കാലത്തില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് അതിന് ബാധകമായിത്തീരും. ആ വിധി ഇതിന് ബാധകം ആയിത്തീരും. ഒരു പുതിയ വാഹനം
അത് ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണ്? ആ കാലത്തെ വാഹനങ്ങളുടെ വിധി ഈ കാലത്തെ വാഹനത്തിന് ബാധകമായി തീരും എന്നതുപോലെ നിങ്ങൾ നോക്കൂ, റബ്ബിന് ഖിയാസ് ഉണ്ടാക്കാൻ, അഥവാ അള്ളാഹുവിന്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു കാര്യം അവൻ പറഞ്ഞത് അത് സൃഷ്ടികൾക്കുണ്ടായാൽ എങ്ങനെയാണോ അത് അള്ളാഹുവിനും ബാധകമാകും എന്ന് പറയാൻ പാടില്ല. ഉദാഹരണത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എല്ലാ രാത്രിയിലും അതിന്റെ അവസാന സമയത്ത് ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പടപ്പുകളുടെ സ്ഥിതി എന്താണ്? അവരെങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ, ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ അവർക്ക് മുകളിൽ പലതും ഉണ്ടാകും. അവർക്ക് മുകളിൽ പലതും ആയിത്തീരും. അവർ നേരത്തെ ഉണ്ടായിരുന്ന ഭാഗം ഇപ്പോൾ അവരുടെ മുകളിലായിരിക്കും. ഇതാണ് പടപ്പുകൾ, സൃഷ്ടികൾ ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയാലുള്ള സ്ഥിതി. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നുസൂൽ, അവൻ ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടികൾക്ക് ബാധകമായ ഇക്കാര്യം അത് റബ്ബിന് ബാധകമാകുമെന്ന് പറയരുത്. മറിച്ച് അവൻ സർവ്വ സൃഷ്ടികൾക്കും മുകളിലാണ്. ഒരിക്കലും ഏതെങ്കിലും ഒരു സൃഷ്ടി അവന്റെ മുകളിലാവുക എന്ന സ്ഥിതി സംഭവിക്കുകയില്ല. ഒരാൾ ചിന്തിക്കുകയാണ്, അതെങ്ങനെ? ഇറങ്ങിയാൽ പലതും മുകളിലാകേണ്ടതില്ല. നീ അത് ചിന്തിക്കുന്നത് സൃഷ്ടികളോട്, അവർ സൃഷ്ടികളുടെ കാര്യം ആലോചിച്ചുകൊണ്ടാണ്. ഈ കാര്യം ഈ സൃഷ്ടികളെല്ലാം പടച്ച റബ്ബിന് ബാധകമാകുമെന്ന് നീ വിചാരിക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൃഷ്ടികൾക്കെല്ലാം മുകളിലാണ് എപ്പോഴും. അൽ അഅല, അവൻ സകല സൃഷ്ടികൾക്കും മേലാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഉലൂ എന്ന സിഫത്തിനെ കുറിച്ച് നമ്മൾ പറയും. ഇതിനുശേഷം അത് സംബന്ധിച്ച തെളിവുകളാണ് പിന്നീട് ഈ കിതാബിൽ വരുന്നത്. പറഞ്ഞു വന്നത് ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ എന്ന ആയത്തിന്റെ അർത്ഥമാണ്. അള്ളാഹുവിന് നിങ്ങൾ അംസാൽ പറയരുതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമന്മാരെ പറയരുത്. രണ്ടാമത്തെ അർത്ഥം എന്താണ് അതിന്റെ? അള്ളാഹുവിനെ നിങ്ങൾ പടപ്പുകളോട് ഖിയാസാക്കരുത്. സൃഷ്ടികളുടെ വിധി പടപ്പുകൾക്ക് ബാധകമാകും എന്ന് പറയരുത്. മൂന്നാമത്തെ വിശദീകരണം, ഈ ആയത്തിന്റെ വിശദീകരണം, അള്ളാഹുവിനെ നിങ്ങൾ സിഫത്തുകൾ, വിശേഷണങ്ങൾ നിങ്ങളുടെ വകയായി പറയരുത്. നിങ്ങളുടെ വകയായി പറയരുത്. കാരണം മസൽ എന്നതിന് വിശേഷണം എന്ന് അർത്ഥമുണ്ട്. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, വലില്ലാഹിൽ മസലുൽ അഅല, വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിനുള്ളതാണ് ഏറ്റവും ഉന്നതമായ എന്തായിരിക്കും അവിടെ അർത്ഥം? വിശേഷണങ്ങൾ. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് നിങ്ങളുടെ വക വിശേഷണങ്ങൾ പറയും, സിഫത്തുകൾ പറയും. അള്ളാഹു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയരുത്. മറിച്ച് റബ്ബിനെ കുറിച്ച് അവൻ എന്തു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു അതേ പറയാവൂ, അതേ പറയാൻ പാടും. അതല്ലാത്തത് പറയാൻ പാടില്ല. നിങ്ങൾ നോക്കണം, സുബ്ഹാനല്ലാഹ്, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള അശ്അരികൾ, അള്ളാഹുവിന്റെ സിഫത്തുകളെ, വിശേഷണങ്ങളെ നിഷേധിക്കുന്നവർ, അള്ളാഹുവിന് മുഖമുണ്ട്, ഖുർആനിലും സുന്നത്തിനും വന്നതാണ് അവന്റെ വജ്ഹ്. അഹ്ലുസുന്നത്ത് മുസ്ലിമീങ്ങൾ ഈ വഴികേടുകളൊന്നും ബാധിക്കാത്തവർ അത് അതുപോലെ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള സിഫത്തുകൾ അശ്അരികൾ നിഷേധിക്കും. എന്തു പറഞ്ഞിട്ടാണ് നിഷേധിക്കുന്നത്? എന്താണ് അവരുടെ ന്യായം? അള്ളാഹുവിന് വജ്ഹുണ്ട് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ പോലെ ആയിപ്പോകും എന്നാണ് ന്യായം. ഈ ന്യായം പറഞ്ഞ് പല സിഫത്തുകളും നിഷേധിക്കുന്ന ഈ കക്ഷികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അത്തരക്കാരുടെ സംസാരങ്ങൾ കേട്ടു നോക്കിയാൽ കാണാം, അള്ളാഹു പറഞ്ഞത് റബ്ബിനെ കുറിച്ച് പറയാൻ മടിക്കുന്നവരാണവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പറയാത്തവരാണവർ. എന്നാൽ ഇതേ ഖൗം അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വളരെ ബാലിശമായ തമാശകളും മോശമായ ഉദാഹരണങ്ങളൊക്കെ റബ്ബിനെ കുറിച്ച് പറയുന്നതാണ്. അതിന് യാതൊരു മടിയില്ല, ഒരു മടി ഉണ്ടാവുകയില്ല. റബ്ബിനെ കുറിച്ച് അവന്റെ വായിൽ തോന്നിയത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കും. ഇതേ ഖൗമാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് പറയാൻ അവൻ മടിക്കുന്നത്, അതിനെ നിഷേധിക്കുന്നത്. സൃഷ്ടികളെ പോലെ ആയിപ്പോകുമെന്നാണ് അവന്റെ ന്യായം. പക്ഷെ ഇതേ ആളുകൾ തന്നെ റബ്ബിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത മോശമായ ഉദാഹരണങ്ങൾ സൃഷ്ടികളെ കുറിച്ച് പറയുന്നത് പോലെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് കാണാം. വളരെ മോശമായ, നമുക്ക് പറയാൻ യോജിക്കാത്ത ഉദാഹരണങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് കാണാം. മോശമായ കാര്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. നോക്കൂ, നിങ്ങളുടെ വകയായി നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് സിഫത്തുകൾ പറയരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഏത് വിശേഷണവും അത് അള്ളാഹു പറഞ്ഞതെന്തോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്തോ അതേ പറയാവൂ. അപ്പൊ നോക്കൂ, ഈ മൂന്ന് അർത്ഥവും എത്ര വലിയ പാഠങ്ങളാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ഒന്ന്,
റബ്ബിനെ നിങ്ങൾ സൃഷ്ടികളോട് റബ്ബിനെ നിങ്ങൾ ആരെയും സാദൃശ്യപ്പെടുത്തരുത്, ഉപമപ്പെടുത്തരുത്. പിന്നെയോ പടപ്പുകളുടെ വിധി അള്ളാഹുവിന് ബാധകമാകും എന്ന് പറയരുത്, ഖിയാസാക്കരുത് സൃഷ്ടികളോട്. പിന്നെ മൂന്നാമത്തെ എന്താണ് പറഞ്ഞത്? അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ വകയായ നിങ്ങൾ വിശേഷണങ്ങൾ പറയരുത്. ഇനി നോക്കൂ അടുത്ത ആയത്ത്. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. സൂറത്തു അൽ അറാഫിലെ 33-ാമത്തെ ആയത്താണ്. നോക്കൂ, ഈ ആയത്ത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആയത്താണ്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ്. അള്ളാഹു പറയുന്നു, ഖുൽ പറയുക, ഇന്നമാ ഹറമ റബ്ബി, എന്റെ റബ്ബ് ഹറാമാക്കിയത് ഈ കാര്യങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള തിന്മകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ ആ തിന്മകളൊക്കെ ഉൾപ്പെടും. അള്ളാഹുവിനെ കുറിച്ച് അവൻ ഇന്നത് ഹറാമാക്കി എന്നൊക്കെ പറയാറുണ്ട്. മുശ്രിക്കുകൾ, പഴയ കാലത്ത് മക്ക മുശ്രിക്കുകൾ, അവർ റബ്ബിനെ കുറിച്ച് പലതും ഇല്ലാത്തത് പറഞ്ഞിരുന്നു. അവർ കഅബ തവാഫ് ചെയ്യാൻ ഖുറൈശികളല്ലാത്തവരെ വസ്ത്രം ഉടുത്ത് തവാഫ് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. നഗ്നരായി തവാഫ് ചെയ്യണം, വസ്ത്രം ഉടുത്ത് ഞങ്ങൾ ഖുറൈശികൾക്ക് മാത്രമേ തവാഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അവർ പറയുമായിരുന്നു. എന്നാൽ അള്ളാഹു പറഞ്ഞു, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ആദമിന്റെ മക്കളെ, നിങ്ങൾ എല്ലാ സുജൂദിന്റെ ഇടങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ അണിഞ്ഞുകൊള്ളുക. നഗ്നരായി കഅബ അവർ തവാഫ് ചെയ്തിരുന്നു, കാരണം അവിടെ വസ്ത്രമണിയാൻ അവകാശമില്ല എന്ന് പറഞ്ഞു. അവർ അവരുടെ ഇലാഹുകൾക്ക് നേർച്ചയാക്കിയ മൃഗങ്ങളെ അറുക്കാൻ പാടില്ല, ചിലതിന്റെ പുറത്തു കയറാൻ പാടില്ല, ചിലത് അവരിലെ സ്ത്രീകൾക്ക് ഹറാമാണ്, പുരുഷന്മാർക്ക് ഹലാലാണ്. ഇങ്ങനെ പലതും തോന്നിയതുപോലെ ഹറാമും ഹലാലും നിശ്ചയിച്ചു. റബ്ബ് പറയുകയാണ്, ഖുൽ, പറയൂ നബിയെ, ഇന്നമാ ഹറമ റബ്ബി, എന്റെ റബ്ബ് ഹറാമാക്കിയത് ഇത് മാത്രമാണ്. ഇന്നമ എന്നത് ഹസ്റിന്റെ പ്രയോഗങ്ങളിൽ ഒന്നാണ്. ഹസ്ർ എന്ന് പറഞ്ഞാൽ മാത്രം എന്ന് സൂചിപ്പിക്കാനുള്ള പ്രയോഗമാണ് ഇന്നമ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഇന്നമ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത വാക്ക് എന്താണോ അതിനുശേഷമുള്ള വാക്ക് മാത്രം എന്നർത്ഥമാണ് ഇന്നമ എന്നതിന് വരിക. ഖുൽ ഇന്നമ അദ്ഉ, ഖുൽ ഇന്നമ അദ്ഉ എന്താണ് വാക്ക്? റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഖുൽ, പറയൂ നബിയെ, ഇന്നമ അദ്ഉ, ഞാൻ ദുആ ചെയ്യുക റബ്ബി, എന്റെ റബ്ബിനോട് മാത്രമാണ്. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ഖുൽ ഇന്നമ ഹറമ റബ്ബി, പറയുക എന്റെ റബ്ബ് ഹറാമാക്കിയത് എന്തു മാത്രമാണ്? അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബطن. അൽ ഫവാഹിഷ്, ഫാഹിഷത്തിന്റെ ബഹുവചനമാണ് അൽ ഫവാഹിഷ്. വളരെ മ്ലേച്ഛമായ മോശമായ തിന്മകൾ, അതിനാണ് ഫാഹിഷത്ത് എന്ന് പറയുക. അള്ളാഹു ഫാഹിഷത്ത് എന്ന് വിശേഷിപ്പിച്ച തിന്മകളെ, ഖുർആനിൽ വിശേഷിപ്പിച്ച തിന്മകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫാഹിഷത്തിന്റെ അർത്ഥം എന്താണ്. വെറും ഒരു ഹറാമായ കാര്യം എന്നല്ല ഫാഹിഷത്തിന്റെ ഉദ്ദേശം, മറിച്ച് വളരെ അങ്ങേറ്റം മോശമായ വൃത്തികെട്ട കാര്യങ്ങൾക്കാണ് ഫാഹിഷത്ത് എന്ന് പറയുക. അള്ളാഹു വ്യഭിചാരത്തെ വിശേഷിപ്പിച്ചു, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അത് ഫാഹിഷത്താണ്, അങ്ങേറ്റം മോശമായ കാര്യമാണ്. വസാഅ സബീല, വളരെ തെറ്റായ വഴിയാണ്. അതുപോലെ അള്ളാഹു സ്വവർഗരതിയെ വിശേഷിപ്പിച്ചത് കാണാം. നിങ്ങൾ ഫാഹിഷത്ത് ചെയ്യുന്നു, അൽ ഫാഹിഷ എന്നാണ് ഖുർആനിൽ സ്വവർഗരതിയെ വിശേഷിപ്പിച്ചത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വ്യഭിചാരത്തെ വിശേഷിപ്പിച്ചപ്പോൾ അള്ളാഹു അലിഫ് ലാം ചേർത്തില്ല, ഫാഹിഷ എന്നേ പറഞ്ഞുള്ളൂ. എന്നാൽ സ്വവർഗരതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അൽ ഫാഹിഷ എന്ന് പറഞ്ഞു. കാരണം വിചാരത്തെക്കാൾ ഗൗരവപ്പെട്ടതാണ് എന്ത്? സ്വവർഗരതി എന്ന് പറയുന്നത്. അത് അതിനേക്കാൾ മോശമായ തിന്മയാണ്, അത് റബ്ബ് അതിനേക്കാൾ കോപിക്കുന്ന കാര്യമാണ്. കാരണം വ്യഭിചാരം, അത് ഒരു പുരുഷൻ അന്യായ ഒരു സ്ത്രീയുമായിട്ടാണ് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ, അന്യായ ഒരു പെണ്ണുമായിട്ടാണ് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ, പരസ്പരം അന്യരായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഈ ബന്ധം ഹലാലാകാൻ ഒരു സാധ്യതയുണ്ട്. വിവാഹത്തിലൂടെ ഒരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ആ ബന്ധം ഹലാലായനെ, ഇപ്പൊ ഹറാമാണ്. അതേസമയം സ്വവർഗരതി എന്ന് പറയുന്നത് ഒരു കാരണവശാലും എന്താവുകയില്ല,
ഹലാലാവുകയില്ല. അത് ഹലാലാവുന്ന ഒരു സന്ദർഭവുമില്ല. മറിച്ച് അള്ളാഹു നിശ്ചയിച്ച, മനുഷ്യന് നിശ്ചയിച്ച പ്രകൃതിയെ തലതിരിക്കുന്ന കാര്യമാണ്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് മുൻപ് ഒരാളും അത് ചെയ്തിട്ട് പോലുമില്ല. ഒരാളും അത് ചെയ്തിട്ടില്ല. ബനു ഉമയ്യ ഭരണാധികാരികളിൽപ്പെട്ട ഒരാൾ പറയുകയുണ്ടായി, അള്ളാഹു ഖുർആനിൽ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ കഥ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സംഗതി ദുനിയാവിൽ നടക്കുമെന്ന് ഞാൻ ചിന്തിക്കുക പോലുമില്ലായിരുന്നു. കാരണം ഒരാൾക്ക് നേർബുദ്ധിയുള്ള ഫിത്രത്ത്, ശുദ്ധ പ്രകൃതി അട്ടിമറിഞ്ഞു പോകാത്ത ഒരാൾക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കാത്ത കാര്യമാണ്. ഒരാൾക്ക് അതേക്കുറിച്ച് ആലോചിക്കാൻ കൂടി സാധ്യമല്ല. അങ്ങേയറ്റം മോശമായതാണ്. അപ്പൊ നോക്കൂ, വിചാരത്തെ, സ്വവർഗരതി അള്ളാഹു വിശേഷിപ്പിച്ച പദമാണ് ഫാഹിഷത്ത് എന്ന വാക്ക്. വളരെ മ്ലേച്ഛമായ തിന്മകൾ എന്നതാണ് അതിന്റെ അർത്ഥം. ആ ഗണത്തിൽപ്പെടുന്നതെല്ലാം ആ പറഞ്ഞതിൽ ഉൾപ്പെടും. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അതിൽ ളാഹിറായതും ബാത്തിനായതും, അഥവാ അതിൽ പ്രകടമായതും പ്രകടമല്ലാത്തതും, അതിൽ വ്യക്തമായതും അവ്യക്തമായതും എല്ലാ ഫാഹിഷത്തും അള്ളാഹു വിലക്കിയിരിക്കുന്നു. വൽ ഇസ്ം, അടുത്തത് ഇസ്മാണ്. ഇസ്ം എന്നാൽ പാപം, തിന്മ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വൽ ബഗിയ ബിഗൈരിൽ ഹഖ്, അടുത്തത് ബഗിയാണ്. ബഗി എന്ന് പറഞ്ഞാൽ അതിക്രമമാണ്. ബഗൈരിൽ ഹഖ്, അന്യായമായുള്ള അതിക്രമങ്ങൾ, ആളുകളോട് ചെയ്യുന്ന തിന്മകൾ. ബഗി എന്ന ആ ഗണത്തിൽ പെടുന്ന തിന്മയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ദുനിയാവിൽ തന്നെ അള്ളാഹു വളരെ പെട്ടെന്ന് ശിക്ഷ നൽകുന്ന തിന്മകളിൽ നിന്നാണ് ബഗി, ജനങ്ങൾ ദ്രോഹിക്കുന്നത്, ആളുകളെ ഉപദ്രവിക്കുന്നത്. അതിന് ചുറ്റും നോക്കിയാൽ, ചരിത്രത്തിൽ നോക്കിയാൽ, വർത്തമാന കാലത്ത് നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ജനങ്ങളെ ഉപദ്രവിച്ചവൻ പൊതുവെ ദുനിയാവിൽ അവനെ തിരിച്ചടി കിട്ടും. ആളുകളോടുള്ള ഉപദ്രവം അത് നിസ്സാരമായ കാര്യമല്ല. നീയും നിന്റെ റബ്ബും മാത്രം ഉള്ള തിന്മയേക്കാൾ അപകടമാണെന്ത് ആളുകൾ അതിനിടയിൽ വന്നിട്ടുണ്ട് എങ്കിൽ. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് പരലോകത്ത് വിട്ടു തന്നേക്കും. പക്ഷെ ആളുകളുമായുള്ള ഇടപാട് റബ്ബ് വിട്ടു തരികയില്ല, അവരുമായി തീർക്കാൻ പറയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ഒരു സ്ത്രീയെ കുറിച്ച് ചോദിച്ചു. രാത്രി നിസ്കരിക്കും, സദഖയൊക്കെ കൊടുക്കും, പക്ഷേ തുഅ്ദി ജീറാനഹ ബിലിസാനിഹ, നാവ് കൊണ്ട് തന്റെ അയൽവാസികളെ ദ്രോഹിക്കുന്ന പെണ്ണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹ ഇന്നഹ ഫിന്നാർ, അവളിൽ യാതൊരു നന്മയുമില്ല, അവൾ നരകത്തിലാണ്. മറ്റൊരു സ്ത്രീയെ കുറിച്ച് ചോദിച്ചു, നിർബന്ധ നിസ്കാരങ്ങൾക്ക് നിസ്കരിക്കും, പിന്നെയോ വില കുറഞ്ഞ എന്തൊക്കെ സദഖ കൊടുക്കും, ഇബാദത്തുകളിലൊന്നും വലിയ മുന്നിലല്ല, പക്ഷെ ആരെയും ഉപദ്രവിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. നോക്കൂ, ജനങ്ങൾ ഉപദ്രവിക്കുന്നതിന്റെ അപകടമാണ്. അതുകൊണ്ട് ആളുകളുടെ രക്തമോ സമ്പത്തോ അഭിമാനമോ ഒരിക്കലും ചിന്താതെ അതിന്റെ ഭാരവുമായി പരലോകത്ത് വരാത്ത അവസ്ഥയിൽ മരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുടെ രക്തം പുരളാതെ നിനക്ക് മരിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ്. ഇതൊരു വളരെ അക്കാര്യം ശ്രദ്ധിക്കുക. പിന്നെയോ അള്ളാഹു പറഞ്ഞു, വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതാണ് അവൻ വിലക്കിയത്. മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അള്ളാഹു ഒരു ന്യായവും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഷിർക്ക്. ഷിർക്കിൽ അള്ളാഹു ന്യായം അവതരിപ്പിച്ചിട്ടില്ല. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അറിയാത്തത് പറയലും. ഈ ആയത്ത് തുടങ്ങിയത് എങ്ങനെ? ഇതാണ് എന്റെ റബ്ബ് ഹറാമാക്കിയത്, മാത്രമാണ് അള്ളാഹു ഹറാമാക്കിയത്, ഈ പറഞ്ഞ കാര്യങ്ങൾ. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്തിന്റെ പ്രത്യേകതയാണ്, ഈ ആയത്തിൽ തിന്മകൾ അതിന്റെ ഗൗരവം കൂടി വരുന്ന രൂപത്തിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആദ്യം പറഞ്ഞതിനേക്കാൾ ഗൗരവമാണ് അടുത്തത്, അതിനേക്കാൾ വലുതാണ് അടുത്തത് എന്ന് വന്നാൽ നിങ്ങൾ നോക്കൂ, ഇതിൽ ഈ ആയത്തിൽ അത്ഭുതകരമായ ഒരു കാര്യമുള്ളത്, അള്ളാഹുൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറഞ്ഞത്? അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയുക എന്നത് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. കാരണം യഥാർത്ഥത്തിൽ ഷിർക്കിനുള്ള കാരണം അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയണം, കുഫറിനുള്ള കാരണം അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയണം, ബിദ്അത്തുകൾക്കുള്ള കാരണം അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയണം. ഇതാണ് ഈ വക കാര്യങ്ങളിലേക്കെല്ലാം നയിച്ചത്. നിങ്ങൾ ഷിർക്കിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഷിർക്കിന്റെ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പലതും പറയുന്നത് കാണാം. റബ്ബിനോട് നമ്മളിങ്ങനെ നേരിട്ട് ചോദിക്കും, ഇവർ അള്ളാഹു ഞങ്ങളെ ശുപാർശക്കാരാണ്. ആരാണ് ഇത് പറഞ്ഞത് നിന്നോട്? അള്ളാഹുവിന്റെ അരികിൽ ഇവർ നിന്റെ ശുപാർശക്കാരാണെന്നും അള്ളാഹുലേക്ക് ഇവർ നിന്നെ അടുപ്പിക്കുമെന്നും നീ പറയുന്നത് റബ്ബിനെ കുറിച്ച് അറിയാത്തത് പറയണം.
നോക്കൂ, അത് ഈ ശിർക്കിലേക്ക് ഇതൊക്കെ നയിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് മാത്രമല്ല, മറ്റൊരു വിശദീകരണം നിങ്ങൾ നോക്കൂ. അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയുന്നവൻ, അല്ലെങ്കിൽ ഇല്ലാത്തത് കരുതി കൂട്ടി പറയുന്നവൻ, യഥാർത്ഥത്തിൽ അവൻ സ്വയം അള്ളാഹുവിന്റെ ശരീക്കാവുകയാണ്. ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതും ഒരാൾ ഞാൻ സ്വയം അള്ളാഹുവിന്റെ പങ്കാളിയാണ് എന്ന് പറയുന്നതും എടുത്താൽ ഏതാണ് കൂടുതൽ വലുത്? സ്വയം ഞാൻ അള്ളാഹുവിന്റെ പങ്കാളിയാണെന്ന് പറയലാണ്. അത് ഏറ്റവും അടുത്ത കുഫറാണ്, ഫറഔനിന്റെ കുഫർ പോലെ. അപ്പൊ നോക്കൂ, ഈ ആയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം ഈ കിതാബുമായി നമ്മൾ എടുത്തു നോക്കിയാൽ ഏതാണ്? അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അറിയാത്തത് പറയുന്നത് വലിയ തിന്മയാണ് എന്നതാണ്. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത് വിഷയത്തിൽ, അള്ളാഹുവിന്റെ പേരുകൾ, വിശേഷണങ്ങൾ, ഇതിന്റെ കാര്യത്തിൽ അധികം ആളുകളും വഴിതെറ്റിയിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ റബ്ബിനെ കുറിച്ച് അറിയാത്തത് പലതും അവർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നു. റബ്ബ് അങ്ങനെയാണ്, റബ്ബിനെ കുറിച്ച് ഇന്നത് പറയാൻ പാടില്ല, ഇതൊക്കെ അവൻ അറിയാതെ പറയുകയാണ്. ഇത് ഈ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ വിശ്വസിക്കും എന്നൊരാൾ തീരുമാനിച്ചുറപ്പിച്ചാലല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവൻ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. നോക്കൂ, ഈ കിതാബ് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അൽ-അഖീദത്തുൽ വസതിയ്യ, റബ്ബിനെ കുറിച്ച്, അവന്റെ അസ്മാ സിഫാത്തിനെ കുറിച്ചുള്ള കിതാബാണ്. ഇതിനോളം ശ്രേഷ്ഠമായ വേറൊരു വിജ്ഞാനമില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കുക. പ്രത്യേകിച്ച് നോക്കൂ, അടുത്ത വിഷയം, ഈ കിതാബിൽ അടുത്ത വിഷയം അഹ്ലുസുന്നത്തും അഹ്ലുസുന്നത്തിന്റെ എതിരാളികളും ചരിത്രത്തിലും ഈ കാലത്തുമെല്ലാം വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ള, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മറുപടികൾ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, സലഫ്, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ ഇജ്മാഇലായ, അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. പക്ഷെ പിൽക്കാലത്ത് വഴിപിഴച്ചവർ പല തെറ്റായ വാദഗതികളും കൊണ്ടുവന്ന കാര്യങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് ഷെയ്ഖുൽ ഇസ്ലാം അടുത്തതായി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ദർസിലെ പ്രധാനപ്പെട്ട വിഷയവും അതാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. വഫഖനില്ലാഹു വഇയ്യാകും വഅല്ലമനില്ലാഹു വഇയ്യാകും. വഖൗലുഹു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. റഹ്മാനായ അല്ലാഹു അർശിൽ, അവന്റെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അവന്റെ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. സൂറത്തു ത്വാഹയിലെ ആയത്താണ്. ഇനി നോക്കൂ, ثم استوى على العرش, ثم استوى على العرش, അല്ലാഹു അവന്റെ അർശിനുമേൽ ആരോഹണം ചെയ്തിരിക്കുന്നു. ثم استوى على العرش എന്ന ഈ പ്രയോഗം ഖുർആനിൽ 6 സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്നാണ്. സൂറത്തുൽ അറാഫിൽ, സൂറത്തു യൂനുസിൽ, സൂറത്തുൽ റഅദിൽ, സൂറത്തുൽ ഫുർഖാനിൽ, സൂറത്തുൽ സജ്ദയിൽ, സൂറത്തുൽ ഹദീദിൽ 6 ഇടങ്ങളിൽ ഈ കാര്യം, ഈ പദം വന്നിരിക്കുന്നു. ثم استوى على العرش, അല്ലാഹു അവന്റെ അർശിനുമേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിക്കുന്നു അല്ലാഹു 7 ആകാശങ്ങൾക്ക് മുകളിലുള്ളവനാണ്. അല്ലാഹു സകല സൃഷ്ടികൾക്കും മേലെയാണ്. അവന്റെ ഉലൂ എന്ന സിഫത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. മുസ്ലിം ഉമ്മത്ത് അതിൽ വിശ്വസിക്കുന്നു. സലഫുകൾ അക്കാര്യത്തിൽ ഇജ്മാഇലാണ്. മുൻഗാമികൾ, ഈ ഉമ്മത്തിന് മുൻഗാമികൾ, സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അടങ്ങുന്ന ഉമ്മത്ത് അതിൽ ഇജ്മാഇലാണ്. അവർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. അല്ലാഹു ഉലൂവിലാണ്, അല്ലാഹു 7 ആകാശങ്ങൾക്ക് മുകളിലാണ് എന്നതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫറാണെന്നാണ് സലഫുകൾ, മുൻഗാമികൾ ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളത്. മുൻഗാമികൾ, മനസ്സിലായില്ലേ? ഉലൂ എന്ന സിഫത്ത്, അള്ളാഹുവിന്റെ സിഫത്ത്, അതേക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഈ കിതാബിൽ ഇനി വരുന്നുണ്ട്. അതല്ല നമ്മളിപ്പം പറഞ്ഞത്. അതുകൂടാതെ അതിനപ്പുറത്തുള്ള അള്ളാഹുവിന്റെ ഒരു സിഫത്താണ് എന്ത്? ഇസ്തിവാ. അള്ളാഹു അവന്റെ അർശിനു മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇൻഷാ അല്ലാഹ് ഇസ്തിവാനെ കുറിച്ച് പറയും, നമ്മളത് ഉലൂവിനെ കുറിച്ച് പറയും, നമ്മളത് കൂടുതൽ പറയും. എങ്കിലും സൂചിപ്പിക്കട്ടെ, ഉലൂ, അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലാണ്, സകല സൃഷ്ടികൾക്കും മേലെയാണെന്ന കാര്യം ഖുർആനിലും സുന്നത്തിലും വന്നതിന് പുറമെ അത് മനുഷ്യരുടെ എല്ലാം ഉള്ളിൽ, അവരുടെ ഫിത്രത്തിലുള്ളതാണ്. ഖുർആനിലും സുന്നത്തിലും അത് പഠിച്ചിട്ടില്ലാത്തവന് പോലും, ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ അത് മനസ്സിലാക്കിയിട്ടില്ലാത്തവന്റെ ഉള്ളിൽ പോലും എന്തുണ്ട്? അള്ളാഹു എവിടെയാണുള്ളത്? മുകളിലാണ്, സകല സൃഷ്ടികൾക്കും മേലെയാണ്. മനുഷ്യന്റെ ഫിത്രത്ത് അതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു നിരീശ്വരവാദിയായിരുന്ന മനുഷ്യൻ ഒരിക്കൽ അയാൾ അറിയാതെ പറഞ്ഞു, ഇതൊക്കെ മുകളിലൊരുത്തൻ കാണുന്നുണ്ട് എന്ന് ഓർമ്മ വേണം എന്ന്. ഇത് അയാളുടെ മാത്രം കാര്യമല്ല,
മറിച്ച് കുഫാറുകളായ മുശ്രിക്കുകളായ ആളുകൾ പല സന്ദർഭങ്ങളിൽ പറയുന്ന കാര്യമാണ്. മുകളിലൊരുവൻ കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മ വേണം. അതുപോലെ മനുഷ്യരുടെ ചെറിയ മക്കൾ, കുട്ടികൾ ഇത് പറയും. നമ്മൾ ചോദിച്ചു നോക്കൂ, ഏത് ദീനിൽ ജീവിക്കുന്നവരുടെ മക്കളാകട്ടെ, പോയി ചോദിച്ചു നോക്കൂ, പഠിച്ചിട്ടില്ലാത്ത കുട്ടികളോട് റബ്ബ് എവിടെ, അള്ളാഹു എവിടെ? അല്ലെങ്കിൽ മുസ്ലിമീങ്ങളല്ലാത്തവർ അവർ റബ്ബിനെ ഏത് പേരിൽ വിളിക്കുന്നു? അവർ ഉദ്ദേശിക്കുന്നത് ഈ സൃഷ്ടികളെ നിയന്ത്രിക്കുന്നവനെ ആണ് എങ്കിൽ, ഉദാഹരണത്തിന് അവർ ദൈവം എന്ന് പറയുന്നുവെങ്കിൽ ചോദിച്ചു നോക്കി, എവിടെയാണ്? മുകളിലാണെന്ന് കുട്ടികൾ പറയും, അല്ലെങ്കിൽ ആകാശത്താണെന്ന് പറയും, അല്ലെങ്കിൽ കൈ മുകളിലേക്ക് ഉയർത്തി കാണിക്കും. ആര്? കുട്ടികൾ, മക്കൾ, ചെറിയ കുട്ടികൾ. മനുഷ്യന്റെ ഫിത്രത്താണ്. എന്നാൽ അള്ളാഹു അവന്റെ അർശിനു മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നത്, അവൻ അവന്റെ സിംഹാസനത്തിനുമേൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നത് ഖുർആനിലും സുന്നത്തിലും വന്നതുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലായ സിഫത്താണ്. രണ്ടാണ്. അത് ഖുർആനിലും സുന്നത്തിലും വന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലായത്. എന്നാൽ അള്ളാഹു 7 ആകാശങ്ങൾക്ക് മേലെയാണ്, സകല സൃഷ്ടികൾക്കും മേലെയാണ് എന്നത് അതിനുള്ള ദലീൽ സമഈയായ ദലീൽ മാത്രമല്ല, അഖ്ലിയായ ദലീൽ കൂടിയാണ്. ദലീൽ രണ്ടിനമുണ്ട്, തെളിവ് രണ്ടിനമാണ്. ഒന്ന് സമഈ. എന്താണ് സമഈയായ ദലീൽ എന്നാൽ? ഖുർആനിലും സുന്നത്തിലും വന്നത്, അതിൽ നിന്ന് കേട്ട് മാത്രം നമുക്ക് മനസ്സിലായ തെളിവ്. അഖ്ലിയായ ദലീൽ എന്താണ്? അത് ബുദ്ധിപരമായ തെളിവാണത്. അത് ഖുർആനും സുന്നത്തിലും വന്നത് മാത്രമല്ല, മനുഷ്യന്റെ ഫിത്രത്ത്, അവന്റെ ശുദ്ധ പ്രകൃതി, അതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ബുദ്ധി കൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകളെ തള്ളിക്കളയരുത് എന്ന് ആവർത്തിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. എന്ത്? ബുദ്ധിക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും നൽകിയിട്ടില്ല എന്നോ, ബുദ്ധി ഇസ്ലാമിൽ തെളിവായി അംഗീകരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെയല്ല, മറിച്ച് മനുഷ്യന്റെ സറീഹായ ബുദ്ധി, അതിന് ദീനിൽ സ്ഥാനമുണ്ട്. അതിനെതിരായത് നമ്മുടെ ദീനിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. സറീഹായ ബുദ്ധി കേടുവന്ന ബുദ്ധിയല്ല. മനുഷ്യന്റെ സറീഹായ നേർബുദ്ധി, അതിന് സഹീഹായ നഖൽ, സറീഹായ അഖലിന് എതിരായത് സഹീഹായ നഖലിൽ ഉണ്ടാവുകയില്ല. സറീഹായ അഖൽ, നേർബുദ്ധി. സഹീഹായ നഖൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ പ്രമാണം. ഖുർആനിൽ അതുപോലെ സ്വീകാര്യോഗ്യമായ ഹദീസിൽ വന്ന ഒരു കാര്യം നേർബുദ്ധിക്ക് എതിരാവുകയില്ല. ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളത് എന്താണ്? ബുദ്ധിയെ അതിനെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? ബുദ്ധി അമ്പരന്ന് നിന്നു പോകുന്ന, അത്ഭുതപ്പെട്ട് നിന്നു പോകുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് വന്നിട്ടില്ല? ബുദ്ധിക്കെതിരായ കാര്യങ്ങൾ ഖുർആനിലും സുന്നത്തിലും ഒരിക്കലും വന്നിട്ടില്ല. അങ്ങനെ വന്നു എന്നൊരാൾക്ക് തോന്നിയാൽ രണ്ടാമതൊരു പ്രശ്നമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്നുകിൽ അവൻ മനസ്സിലാക്കിയ ദലീൽ ശരിയല്ല, അങ്ങനെയൊന്നും ഖുർആനിലില്ല, അല്ലെങ്കിൽ സഹിഹായ സുന്നത്തിൽ വന്നിട്ടുണ്ടാവുകയില്ല. അല്ലെങ്കിൽ എവിടെ ആയിരിക്കും പ്രശ്നം? അവന്റെ ബുദ്ധിയിലായിരിക്കും പ്രശ്നം. അവന്റെ ബുദ്ധി കേട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? ഈമാന്റെ ഹലാവ, ഈമാനിന്റെ മാധുര്യം എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഈമാനിന്റെ മാധുര്യം എവിടെയാണ്? ഈമാന്റെ ഹലാവത്ത് അറിയുക ഖൽബിലാണ്. സാധാരണ രുചി അറിയുക എവിടെയാണ്? നാവിലാണ്. എന്നാൽ ശരീരത്തിൽ രോഗം വന്നാൽ രുചി നാവിന് ശരിക്കും അറിയുകയില്ല. എന്നതുപോലെ ഹൃദയത്തിൽ രോഗം ബാധിച്ചാൽ ഈമാനിന്റെ ഹലാവത്ത് അറിയുകയില്ല. ബുദ്ധി കേടുവന്നാൽ ദീൻ ശരിക്കും മനസ്സിലാവുകയില്ല. അത് ബുദ്ധി കേടുവന്നുകൊണ്ടാണ്. അത് നന്നാക്കി തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നോക്കൂ, നമ്മൾ പറഞ്ഞത് അള്ളാഹു മുകളിലാണ് എന്നതിന് സമഈയായ ദലീലുണ്ട്, അഖ്ലിയായ ദലീലുണ്ട്. എന്നാൽ അള്ളാഹു അവന്റെ അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നതിന് എന്തിൽ മാത്രമാണ് തെളിവുള്ളത്? ഖുർആനിലും സുന്നത്തിലും. ഖുർആനും സുന്നത്തുമാണ് അതിന്റെ തെളിവ്. അതല്ലാതെ ഒരാൾക്ക് ആലോചിച്ചിട്ട് അത് ഉണ്ടാക്കാൻ, കണ്ടുപിടിക്കാൻ, മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിനുമേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ സിംഹാസനത്തിനുമേൽ ആരോഹണം ചെയ്തിരിക്കുന്നു. അവൻ അതിന്റെ മുകളിലായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മൾ നമ്മുടെ ഭാഷയിൽ അതിന് തുല്യമായ പ്രയോഗമെന്തോ അതിൽ മനസ്സിലാക്കുന്നതിൽ യാതൊരു തകരാറുമില്ല. അല്ല, അങ്ങനെ പറയാം എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അതല്ല എങ്കിൽ അങ്ങനെ അർത്ഥം പറയാൻ പാടില്ല എന്ന് വന്നാൽ അർത്ഥം അള്ളാഹുവിനെ അറിയൂ എന്ന് പറയുന്ന പിഴച്ചവാദക്കാരിലാണ് നമ്മൾ വിട്ടുപോവുക. പിഴച്ചവാദമാണ് എന്ത്? അള്ളാഹിന്റെ സിഫത്തുകളുടെ അർത്ഥം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ, അർത്ഥം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്നല്ല നമ്മൾ പറയുന്നത്. പിന്നെ അത് എങ്ങനെയെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. മനസ്സിലായില്ലേ? അള്ളാഹു നമുക്ക് അർത്ഥം അറിയാവുന്ന, മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അവന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്.
പക്ഷെ അതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് അറിയുകയില്ല. അതിൻ്റെ കൈഫി അതെങ്ങനെയെന്ന് പരിപൂർണമായി നമുക്ക് ഒരിക്കലും അറിയുകയില്ല. അത് പടപ്പുകളുടെ കാര്യം തന്നെ അങ്ങനെയല്ലേ. സൂര്യനെ നമ്മൾ കാണുന്നു, കണ്ണുകൊണ്ട് കാണുന്നു. സൂര്യൻ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ആരെങ്കിലും സൂര്യനെ മുഴുവനായി കണ്ടിട്ടുണ്ടോ? ഇല്ല. മുഴുവനായി അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതൊരു സൃഷ്ടിയുടെ കാര്യമാണ്. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ വളരെ നിസാരമായ ഒരു സൃഷ്ടിയാണത്. അതിൻ്റെ ഉപകാരം വളരെ വലുതാണെങ്കിലും റബ്ബിൻ്റെ കാര്യം എന്തായിരിക്കും? ശരി, അള്ളാഹു അവൻ്റെ അർശിനുമേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. നമുക്കാദ്യം മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിൻ്റെ അർശ് എന്താണ്, പിന്നെ അള്ളാഹുവിൻ്റെ ഇസ്തിവാ എന്താണ്. അള്ളാഹുവിൻ്റെ അർശ്, അവൻ അതിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഖുർആനിൽ എത്ര തവണ വന്നിരിക്കുന്നു? ആകെ 7 തവണ. റഹ്മാനു അലൽ അർശി ഇസ്തവ 1 സൂറത്ത് താഹയിൽ, പിന്നെ സുമ്മ ഇസ്തവ അലൽ അർശ് എന്ന വാക്ക് 6 തവണ. അങ്ങനെ ആകെ 7 തവണ അള്ളാഹുവിന്റെ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് ഖുർആനിൽ വന്നിരിക്കുന്നു. അർശിനെ അള്ളാഹു ഖുർആനിൽ 21 തവണ പരാമർശിച്ചിരിക്കുന്നു. ചിലയിടങ്ങളിൽ അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞ അവന്റെ അർശ് കരീമായ അർശാണ്, ഏറെ മഹത്തരമായ ഒരുപാട് നന്മകളുള്ള അർശാണ്. ദുആയിലൊക്കെ ഉള്ളതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം എന്നൊക്കെ വന്നതുപോലെ, അതുപോലെ ഖുർആനിൽ അള്ളാഹു അളീം എന്ന് അർശിനെ വിശേഷിപ്പിച്ചത് കാണാം. റബ്ബുൽ അർശിൽ അളീം, മഹത്തരമായ സിംഹാസനത്തിന്റെ റബ്ബാണ്. അതുപോലെ ദുൽ അർശിൽ മജീദ് എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അത് അൽ മജീദു എന്നും അതിന് പാരായണമുണ്ട്, അൽ മജീദി എന്നും അതിന് പാരായണമുണ്ട്. അൽ മജീദി എന്ന് പറഞ്ഞാൽ അത് അർശിന്റെ വിശേഷണമാണ്, മഹത്വമുള്ള അർശ്. അൽ മജീദു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരായി ആ അൽ മജീദ് എന്ന പദം വന്നതാണ്. 2 ഖിറാഅത്തും ആ ആയത്തിനുണ്ട്. ദുൽ അർശിൽ മജീദ് എന്ന സൂറത്തുൽ ബുറൂജിലെ ആയത്തിൽ മാലിക് യൗമിദ്ദീൻ എന്ന പാരായണമുള്ളതുപോലെ. ശരി, ഇതിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ അർശ് അത് ഏറെ മഹത്തരമായ അർശാണ്, വളരെ വലിയ ഒരു സൃഷ്ടിയാണ്. അത് ലോകത്തിന്റെ മേൽക്കൂരയാണ്, ലോകത്തിന്റെ മുഴുവൻ മേൽക്കൂരയാണ്. മാത്രമല്ല ആ അർശിന് അതിന് കാലുകളുണ്ട്. അർശിന്റെ കാലെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവല്ലോ, ഒരു സിംഹാസനത്തിന്റെ കാലുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കുക. അർശ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, മഖ്ലൂഖാണത്. അത് ഒരു മഖ്ലൂഖാണ്, ഒരു പടപ്പാണ്. നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കാം. ഒന്നത് വളരെ മഹത്തരമായ വളരെ വലിയ ഒരു സൃഷ്ടിയാണ്, അത് ലോകത്തിന്റെ മേൽക്കൂരയാണ്. അതുപോലെ ആ സിംഹാസനത്തിന് കാലുകളുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നാസു യസ്അഖൂന യൗമൽ ഖിയാമ, ജനങ്ങൾ അന്ത്യനാളിൽ ബോധരഹിതരായി വീഴും. ഇത് അന്ത്യനാൾ സംഭവിക്കുമ്പോഴുള്ള ആളുകൾ ബോധം കെട്ടു വീഴുന്നതല്ല, മറിച്ച് അന്ത്യനാളിൽ ആളുകൾ വന്നതിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ ആദ്യം ബോധം കെട്ടു വീഴും. അതേക്കുറിച്ചാണ് എന്ന് വിശദീകരണങ്ങൾ വന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅകൂനു അവ്വല മൻ യുഫീഖ്, ഞാനായിരിക്കും ആദ്യം എഴുന്നേൽക്കുക. ഫഇദാ അന ബിമൂസ, അപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ മൂസാ നബിയെ കാണും. ആഖിദും ബിഖായിമത്തിൻ മിൻ ഖവായിമിൽ അർശ്, അല്ലാഹുവിന്റെ അർശിന്റെ കാലുകളിൽ ഒന്ന് പിടിച്ചുകൊണ്ട്. ഫലാ അദ്രി, എനിക്കറിയില്ല, അഫാഖ ഖബ്ലി അം ജൂസിയ ബിസാഖത്തി തൂർ, മൂസാ അലൈഹിസ്സലാം എന്നെക്കാൾ മുൻപേ എഴുന്നേറ്റതാണോ, അതല്ല ആളുകളൊക്കെ ബോധരഹിതനായി വീണപ്പോൾ മൂസാ നബി മാത്രം ബോധരഹിതനായി വീണില്ലേ? എന്ത് കാരണത്താൽ? മൂസാ അലൈഹിസ്സലാം ദുനിയാവിൽ വെച്ചൊരു തവണ ബോധരഹിതനായി വീണിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പർവ്വതത്തിന് അവനെ കാണിച്ചു കൊടുത്തപ്പോൾ മൂസാ അലൈഹിസ്സലാം എന്ത് സംഭവിച്ചു? ബോധരഹിതനായി വീണു. അതുകൊണ്ട് ഖിയാമത്ത് നാളിലെ ആ സാഖത്തിൽ നിന്ന്, വീണുപോകുന്നതിൽ നിന്ന് അള്ളാഹു മൂസാ നബിയെ കാത്ത് വീണില്ലേ? അതല്ല എന്നെക്കാൾ മുന്നേ എഴുന്നേറ്റതാണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇത് നബി പറയാനൊരു സന്ദർഭമുണ്ടായിരുന്നു. ഒരു മുസ്ലിമും ഒരു യഹൂദിയും തമ്മിൽ തർക്കമുണ്ടായി. അപ്പോൾ അള്ളാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകർക്കിടയിൽ ശ്രേഷ്ഠനാക്കി അള്ളാഹു തന്നെ സത്യമെന്ന് മുസ്ലിം സത്യം ചെയ്തു. യഹൂദി മൂസാ നബിയെ
ലോകർക്കിടയിൽ ശ്രേഷ്ഠനാക്കിയ അള്ളാഹു തന്നെ സത്യം എന്ന് യഹൂദി സത്യം ചെയ്തു. അപ്പൊ മുസ്ലിം യഹൂദി അടിച്ചു, പരാതിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി. അപ്പൊ നബി പറഞ്ഞതാണ് എന്ത്? നിങ്ങൾ എന്നെ ഇങ്ങനെ നബിമാർക്കിടയിൽ ശ്രേഷ്ഠനാക്കി പറയരുത്, മൂസായേക്കാൾ ശ്രേഷ്ഠനാക്കി പറയരുത്. അത് ഏതർത്ഥത്തിൽ ശ്രേഷ്ഠത പറയലാണ്? നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു കക്ഷിത്വത്തിന്റെ അർത്ഥത്തിൽ. അതല്ലെങ്കിൽ ആരെയാണോ ശ്രേഷ്ഠതയിൽ താഴെയാണെന്ന് പറയുന്നത് അവരെ മോശമാക്കുന്ന അർത്ഥത്തിൽ. അങ്ങനെ പറയാൻ പാടില്ല. അതേസമയം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സകല നബിമാരെക്കാൾ ശ്രേഷ്ഠനാണ്. നബിമാർക്കിടയിൽ ശ്രേഷ്ഠതയിൽ വ്യത്യാസമുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. ആ റസൂലുകളിൽ ചിലരെക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന് റബ്ബ് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, ഈ ഹദീസിലെ പാഠം എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ അർശിന് ഖായിമത്തുണ്ട്, അതിന് കാലുകളുണ്ട്. അതിലൊന്ന് പിടിച്ചിരിക്കുകയാണ് ആര്? മൂസ അലൈഹിസ്സലാം ഈ കാഴ്ച നബി പരലോകത്ത് കാണുന്ന സന്ദർഭത്തിൽ. നോക്കൂ, അതുപോലെ ഈ അർശിന്, അള്ളാഹുവിന്റെ അർശിന് ഹമലത്തുണ്ട്. എന്താണ് ഹമലത്ത് എന്നാൽ? അത് വഹിക്കുന്ന മലക്കുകളുണ്ട്. അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകളുണ്ട്. ഹമലത്തുൽ അർശ് എന്നാണ് അവർക്ക് പറയുക. ഖുർആനിൽ 2 ഇടങ്ങളിൽ അള്ളാഹു ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സൂറത്തു ഗാഫിറിലാണ്, മറ്റൊന്ന് സൂറത്തു അൽ ഹാഖയിലാണ്. സൂറത്തു ഗാഫിറിൽ അള്ളാഹു പറഞ്ഞു, الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم الذين يحملون العرش الله عند عرش വഹിക്കുന്നവർ ومن حوله അതിനു ചുറ്റുമുള്ളവരും അല്ലാഹുവിനെ തസ്ബീഹും ഹംദും ചെയ്യുന്നു, അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറും അവരുടെ മാതാപിതാക്കളെ, അവരുടെ ഇണകളെ, മക്കളെ നരകത്തിൽ നിന്ന് കാക്കണേ എന്നൊക്കെ അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകൾ ദുആ ചെയ്യുന്നു എന്ന് റസൂൽ അള്ളാഹു ഖുർആനിൽ സൂറത്തു ഗാഫിറിൽ പറഞ്ഞത് കാണാം. അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഈ മലക്കുകളുടെ ആശ്രയം ആവശ്യമില്ല. അർശിനെയും അള്ളാഹു ആശ്രയിക്കുന്നില്ല, മറിച്ച് അർശും അത് വഹിക്കുന്ന മലക്കുകളുമെല്ലാം ആരെ ആശ്രയിക്കുന്നു? അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ അർശ് മലക്കുകൾ ചുമക്കുന്നു, വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും റബ്ബിന് അവരാശ്രയിക്കുന്നു എന്നതിന് അർത്ഥമില്ല. എന്നാൽ അള്ളാഹുവിന്റെ അർശ് വഹിക്കാൻ മലായിക്കത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞ ഒരു ആയത്ത് സൂറത്ത് ഗാഫിറിൽ ആയത്താണ്. മറ്റൊന്ന് അള്ളാഹു പറഞ്ഞു, വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. നിന്റെ റബ്ബിന്റെ അർശ് അന്നേ ദിവസം അന്ത്യനാളിൽ വഹിക്കും. എത്ര മലക്കുകൾ? 8 മലക്കുകൾ. അള്ളാഹു 8 മലക്കുകളെ അതിന് ഏർപ്പെടുത്തും. അത് അന്ത്യനാളിലെ മാത്രം സ്ഥിതിയാണോ, അതല്ല അല്ലാത്ത സമയത്തും 8 മലക്കുകളാണോ അത് വഹിക്കുന്നത്? അള്ളാഹു ആലം, അള്ളാഹുവിനാണ് അറിയുക. നോക്കൂ, ഈ മലക്കുകൾ എന്ന് പറയുന്നത് അവരുടെ വലിപ്പം വളരെ വളരെ വലുതാണ്. അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ എന്നാൽ അവരുടെ വലിപ്പം വളരെ വളരെ വലുതാണ്. അവരുടെ കാലുകൾ 7ാമത്തെ ഭൂമിയിലാണ് എങ്കിൽ തലഭാഗം അള്ളാഹുവിന്റെ അർശിനരികില്ല. അല്ലാഹു അക്ബർ, ഇതായിരിക്കും അതിന്റെ വലിപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർശ്. അള്ളാഹുവിന്റെ അർശിന്റെ വാഹകരായ മലക്കുകളിൽ ഒരു മലക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നത് പറയാൻ. കാരണം ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ ഇത് പറയാൻ അള്ളാഹു എനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു. ഇന്നമാ ബൈന ശഹ്മതി ഉദുനിഹി ഇല ആതിഖിഹി മസീറതു 700 ആം. മസീറതു 700 ആം. ആ മലക്കിന്റെ, അതിലൊരു മലക്കിന്റെ ചെവി മുതൽ ചുമൽ വരെയുള്ള അകലം 700 വർഷം വഴി ദൂരമാണ്. അല്ലാഹു അക്ബർ, ഒരു മലക്കിന്റെ വലിപ്പമാണ് ഈ പറയുന്നത്. ആ മലക്കിന്റെ ചെവി മുതൽ ചുമൽ വരെയുള്ള അകലം എന്തായിരിക്കും ആ മലക്കിന്റെ വലിപ്പം? എന്താണ് ആ മലക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാപ്പകൽ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന് തസ്ബീഹും ഹംദും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കൂ, അതിന് അർശിന് അതിന്റെ വാഹകരായ മലായിക്കത്ത് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അർശിനെ കുറിച്ച് തെറ്റായ ചില വാദഗതികൾ പിഴച്ച കക്ഷികൾക്കിടയിലുണ്ട്. അർശ് എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? മലയാളത്തിന് അതിന് പറയാവുന്ന അർത്ഥം സിംഹാസനം എന്നാണ്.
കാരണം രാജാക്കന്മാരുടെ സിംഹാസനത്തിന് എന്തു പറയും? അർശ് എന്ന് പറയും. ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. യമനിലെ സബയിൽ ഭരണാധികാരിയായിരുന്ന പെണ്ണിനെ കുറിച്ച്, ആ സ്ത്രീയെ കുറിച്ച് ഖുർആനിൽ നമുക്ക് വന്നത് കാണാം. വലഹ അർശുൻ അളീം, അവൾക്കൊരു വലിയ അർശുണ്ട്. എന്താണ് അവളുടെ ഉദ്ദേശം? സിംഹാസനമാണ് അർശ്. അതുപോലെ പിന്നെ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞത് കാണാം, നക്കിറു ലഹ അർശഹ നൻദുർ അതഹ്തദി അം തകൂനു മിനൽ ലദീന ലാ യഹ്തദൂൻ. അവളുടെ അർശ് നിങ്ങൾ വേറെ രൂപത്തിലാക്കൂ, അവൾ തിരിച്ചറിയുമോ എന്ന് നോക്കട്ടെ എന്നിങ്ങനെയെല്ലാം നമുക്ക് കാണാം. അപ്പൊ ആ റബ്ബിന്റെ അർശ് എന്ന് പറയാം അവന്റെ സിംഹാസനം എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ പിഴച്ച കക്ഷികളിൽ ചിലർ പറഞ്ഞു അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുൽക്ക് എന്നാണ് അതിന്റെ അർത്ഥം, അവന്റെ അധികാരം എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊരിക്കലും ശരിയല്ല, ഒരിക്കലും ഇത് ശരിയല്ല. കാരണം ഒന്ന്, ഇതാണ് അതിന്റെ അർത്ഥം എന്നത് യാതൊരു തെളിവുമില്ല. തെളിവില്ല എന്ന് പറഞ്ഞാൽ തന്നെ മതി അത് ബാത്തിലാണെന്ന് വരാൻ. രണ്ടാമത്തേത്, അറബി ഭാഷാ പണ്ഡിതന്മാർ അഹ്ലുൽ ലുഗ അവരാരും തന്നെ അർശിന് ഇങ്ങനെ മുൽക്കെന്നൊരു അർത്ഥം പറഞ്ഞിട്ടില്ല. ഖുർആൻ അറബി ഭാഷയിലാണ് ഇറങ്ങിയത്, ആളുകൾക്ക് അറിയാവുന്ന അറബി ഭാഷയിൽ, അറബികൾ സംസാരിക്കുന്ന ഭാഷയിൽ. ആ ഭാഷയിൽ അങ്ങനെ അർത്ഥമില്ല. മൂന്നാമത്തേത്, സലഫുകൾ ഈ ഉമ്മത്തിലെ മുൻഗാമികളിൽ ഒരാളും അങ്ങനെ ഒരു അർത്ഥം അർശിന് പറഞ്ഞിട്ടില്ല. അവരുടെ ഇജ്മാ അർശിന് അതിന്റെ യഥാർത്ഥ സിംഹാസനം എന്ന അർത്ഥമാണ് അവർ മനസ്സിലാക്കിയത്. നാലാമത്തെ കാര്യം, അങ്ങനെ അർത്ഥം വന്നാൽ നിങ്ങൾ നോക്കൂ, ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യങ്ങളുടെ എല്ലാം അർത്ഥം അട്ടിമറിക്കപ്പെടും. ഉദാഹരണത്തിന്, മലക്കുകൾ അവന്റെ അർശ് വഹിക്കുന്നു, മുൽക്കെന്ന് അർത്ഥം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അള്ളാഹുവിന്റെ അധികാരം മലക്കുകൾ വഹിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതെങ്ങനെ ശരിയാകും? അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന വേളയിൽ അവന്റെ അർശ് അത് മാഇന് മുകളിലാണ്, വെള്ളത്തിന് മുകളിലാണ്. ആകാശ ലോകത്തെ വെള്ളത്തിന് മുകളിലാണ് അവന്റെ അർശ്. മുൽക്ക് എന്ന് അർത്ഥം പറഞ്ഞാൽ എന്തുണ്ടാവും? അള്ളാഹുവിന്റെ അധികാരം വെള്ളത്തിന് മേലാണ് എന്ന് അർത്ഥം പറയേണ്ടി വരും. നഊദു ബില്ലാഹ്. അതുപോലെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സഅദ് ഇബ്നു മുആദ് മഹാനായ സഹാബി മരണപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അള്ളാഹുവിന്റെ അർശ് വിറച്ചു. ഹദീസിൽ വന്നതാണ്. നമ്മൾ അതുപോലെ അത് വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിയാണത് ആ അർശ്. അത് സഅദിന്റെ മരണത്തിൽ വിറകൊള്ളുകയുണ്ടായി, അത് കുലുങ്ങുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. മുൽക്ക് എന്ന് അർത്ഥം വെച്ചാൽ എന്ത് സംഭവിക്കും? അള്ളാഹുവിന്റെ അധികാരം കുലുങ്ങിയെന്ന് അർത്ഥം പറയേണ്ടി വരും. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ്, മൂസ അലൈഹിസ്സലാം അർശിന്റെ കാല് പിടിച്ചു നിൽക്കുന്നു. മുൽക്ക് എന്ന് അർത്ഥം പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? അതുകൊണ്ട് തീർത്തും തെറ്റാണത്. അതുപോലെ വേറെ ചില കക്ഷികൾ, പിഴച്ച കക്ഷികൾ പറഞ്ഞു അതിന്റെ അർത്ഥം ഫലക് എന്നാണ്. ഫലക് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളും മറ്റൊക്കെ സഞ്ചരിക്കുന്നതിന്റെ ഭ്രമണപഥം, അതാണ് അർശ് എന്ന് അർത്ഥം പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞ മറുപടി ഒക്കെ അവിടെയും ബാധകമാണ്. മുൽക്ക് എന്ന അർത്ഥം പറഞ്ഞവർക്ക് മറുപടി നമ്മൾ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ അവിടെ ബാധകമാണ്. ഒന്ന്, ഇത് തെളിവില്ല. രണ്ടത്, അറബി ഭാഷയിലില്ല. സലഫുകളുടെ ഇജ്മാ, മുൻഗാമികളുടെ ഇജ്മാ അങ്ങനെയല്ല. പിന്നെയോ ബാക്കി ഖുർആനും സുന്നത്തിലും വന്ന ഒരുപാട് തെളിവുകൾ ഈ അർത്ഥം പറഞ്ഞാൽ അതൊക്കെ ബാത്തിലായി പോകും. ഇത് നോക്കൂ, ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിന്റെ അർശ് അതിന് പല പ്രത്യേകതകളുമുണ്ട്. അവന്റെ അർശിന് പല പ്രത്യേകതകളുമുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, അള്ളാഹു അതിനു മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നതാണ്. അവന്റെ സൃഷ്ടികളിൽ അവൻ അർശിനെ അതിനായി തെരഞ്ഞെടുത്തു, അവൻ അതിനുമേൽ ആരോഹണം ചെയ്തിരിക്കുന്നു. ഇസ്തവ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലായി എന്നാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ശേഷം പറയാം. രണ്ടാമത്തേത്, അർശ് സകല സൃഷ്ടികളുടെയും മേലെയാണ് എന്നതാണ്. സൃഷ്ടികൾക്കെല്ലാം മേലെയാണ് അർശ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ചുള്ള ഹദീസിൽ പറഞ്ഞതുപോലെ, എന്ത്, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക, ഫഇന്നഹു അഅലൽ ജന്ന, ആണ് ഏറ്റവും മുകളിലുള്ള സ്വർഗം. വഫൗഖഹ അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് അർശ് ഉള്ളത്. അതുപോലെ മൂന്നാമത്തെ പ്രത്യേകത, അർശ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുതാണ്. ഏറ്റവും വലിയ സൃഷ്ടി ഏതാണ്? അർശാണ് ഏറ്റവും വലിയ സൃഷ്ടി. എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്സമാവാതു സബ്ഉ ഫിൽ കുർസി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ബിഅർദി ഫലാത്തി. 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന്റെ കുർസിയുമായി തട്ടിച്ചു നോക്കിയാൽ ഒരു വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ വളയം, ഒരു മോതിരമോ മറ്റോ കൊണ്ടുപോയിട്ടതുപോലെ. കുർസിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. 7 ആകാശങ്ങളുടെയും ഭൂമിയുടെയും വലിപ്പം. അല്ലാഹു അക്ബർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫദ്ലുൽ അർശി അലൽ കുർസി കഫദ്ലി തിൽകൽ ഫലാത്തി അലാ തിൽകൽ ഹൽഖ. കുർസിയും അർശും തമ്മിലുള്ള വ്യത്യാസം
ഈ വ്യത്യാസമാണ് മരുഭൂമിയും ആ വളയവും തമ്മിലുള്ള വ്യത്യാസം. കുർസി, ഈ വലിപ്പമുള്ള കുർസി അള്ളാഹുവിന്റെ അർശുമായി തട്ടിച്ചു നോക്കിയാൽ അത് അർശിൽ കൊണ്ടുവച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകുമായിരുന്നു? മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടൊരു ചെറിയ വളയം പോലെ, ഒരു മോതിരം പോലെ. അല്ലാഹു അക്ബർ. അർശ് എന്താണ്, കുർസി എന്താണ്? അർശ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, കുർസി എന്താണ് നോക്കൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ കുർസിയു മൗദിഉൽ ഖദമൈൻ. കുർസി എന്നത് അള്ളാഹുവിന്റെ ഇരു കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥലമാണ്. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ പാദപീഠം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇരു കാൽപാദങ്ങൾ വെക്കുന്ന ഇടമാണ് കുർസി. അങ്ങനെ വിശ്വസിക്കും. അള്ളാഹുവിന്റെ ഒരു സിഫത്തും പടപ്പുകളുടെ ഇതുപോലെയാണ്, നമ്മുടെ ഒരു ഭാവനയിലും വരുന്നതും അല്ല, അതിനെല്ലാം അപ്പുറത്താണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറഞ്ഞു, വൽ അർശു ലാ യഖ്ദിറു ഖദ്റഹു ഇല്ലല്ലാഹ്. അർശിന്റെ വലിപ്പം അല്ലാഹുവിനല്ലാതെ കണക്കാക്കാൻ കഴിയില്ല. കുർസി ഇതാണ്, അർശ് ഇതാണ്. അൽ കുർസിയു മൗദിഉൽ ഖദമൈൻ വൽ അർശു ലാ യഖ്ദിറു ഖദ്റഹു ഇല്ലല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അപ്പോൾ അർശിന്റെ പ്രത്യേകതയാണ്, അത് പടപ്പുകളിൽ ഏറ്റവും വലുതാണ്. നാലാമത്തേത് അർശ്, അത് സൃഷ്ടികളിൽ ഏറ്റവും ഭാരമുള്ളതാണ്, ഏറ്റവും ഭാരമുള്ള സൃഷ്ടിയാണ്. രാവിലെ ജുവൈരിയ റളിയല്ലാഹു അൻഹ ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് നബി പുറത്തുപോയി ഏറെ വൈകി തിരിച്ചു വരുന്നത് വരെ പകൽ അങ്ങനെ ഉച്ചയോളമാകുമാറ് അല്ലെങ്കിൽ പകൽ വല്ലാതെ നീണ്ടുപോയിട്ടും ജുവൈരിയ റളിയല്ലാഹു അൻഹ നിസ്കാര സ്ഥലത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, ഞാൻ പോയപ്പോൾ മുതൽ ഒരേ ഇരിപ്പാണ്? ജുവൈരിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്ര നേരം നീ ചൊല്ലിയതിനേക്കാൾ നല്ല അല്ലെങ്കിൽ അതിനോളം പോകുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ. 4 എന്താണ് ആ വാചകം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവിന്റെ തസ്ബീഹും ഹംദും അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നു. അദദ ഖൽഖിഹി, എത്ര? അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന്റെ അത്ര എന്ന് പറഞ്ഞാൽ അത്ര തസ്ബീഹിനും ഹംദിനും അർഹനാണ് റബ്ബ്. മനസ്സിലായില്ലേ? അത്രയും തസ്ബീഹിനും ഹംദിനും അർഹനാണ് റബ്ബ് എന്നാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി, അവന്റെ തൃപ്തിയുടെ അത്രയും, അവന്റെ തൃപ്തി ഏറ്റവും വലുതാണ്. വസിനത അർശിഹി, അവന്റെ അർശിന്റെ ഭാരത്തിന്റെ അത്രയും. വമിദാദ കലിമാതിഹി, അവന്റെ വാക്കുകൾ എഴുതാനുള്ള മഷിയുടെ അത്രയും. അവന്റെ വാക്കുകൾ അറ്റമില്ലാത്ത, കാരണം അവന് തുടക്കമോ ഒടുക്കമോ ഇല്ല. അതുകൊണ്ട് അവന്റെ വാക്കുകൾക്കും തുടക്കമോ ഒടുക്കമോ ഇല്ല. അതെഴുതാൻ ലോകത്തെ സമുദ്രമെല്ലാം മഷിയാക്കിയാൽ മതിയാവുകയില്ല. നോക്കൂ, ഇവിടെ ആ തസ്ബീഹിന്റെയും ഹംദിന്റെയും എണ്ണം, അതുപോലെ അതിന്റെ ഭാരം, അതുപോലെ അതിന്റെ മഹത്വം, ഇതെല്ലാം ഇതിൽ വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസിൽ വന്നതൊക്കെ, ഈ ദുആയിൽ വന്നതൊക്കെ ഏറ്റവും വലുതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, അർശാണ് ഏറ്റവും ഭാരമുള്ളത്. അർശാണ് ഏറ്റവും ഭാരമുള്ള സൃഷ്ടി എന്ന് പറയുന്നത്. അതുപോലെ അർശിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് മുൻപേ അള്ളാഹു എന്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട്? അർശിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള ഒരു കാര്യമാണ്, അർശാണ് അള്ളാഹു ആദ്യം പഠിച്ചത്, അതല്ല കലമാണോ? കലം എന്തിന്റെ കലമാണത്? വിധി അള്ളാഹു എഴുതിയ കലമാണ്. അന്ത്യനാൾ വരെയുള്ള വിധി അള്ളാഹു എഴുതിയ കലം. ഇതാണോ, അർശാണോ ആദ്യം സൃഷ്ടിച്ചത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ കൂടുതൽ ശരി അർശാണ് എന്നതാണ്. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹ് ബിൻ അമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദീർ അൽ ഖലായിഖി ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ ബി 50,000 സന. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് സൃഷ്ടികളുടെ എല്ലാം വിധി രേഖപ്പെടുത്തിയിരിക്കും. എന്നിട്ട് ബാക്കി കാണാം, വഅർശുഹു അലൽ മാ. അപ്പോൾ അവന്റെ അർശ് എവിടെയാണ്? വെള്ളത്തിന് മേലെയായിരുന്നു. അപ്പോൾ അതിനു മുൻപേ അർശ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഹദീസ് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആകാശഭൂമികൾ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുൻപ് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ റിസ്ക്, നിന്റെ ആയുസ്, നിനക്ക് എന്ത് സംഭവിക്കും, നീ എപ്പോൾ മരിക്കും, നിനക്ക് എന്തൊക്കെ കിട്ടും, എന്തൊക്കെ കിട്ടാതെ പോകും. സുബ്ഹാനല്ലാഹ്, എല്ലാം മക്തൂബാണ്, എഴുതി കഴിഞ്ഞു. പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങിപ്പോയി, അതേ സംഭവിക്കുള്ളൂ.
എത്ര വലിയ ആശ്വാസം ഒരു മുഅ്മിനിന് കിട്ടുന്ന വിശ്വാസമാണെന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ നോക്കൂ, ഈ ഹദീസിൽ വന്നിട്ടുള്ളത് തെളിവാണ് അർശ് ആദ്യമേ ഉണ്ട് എന്നതിന്. എന്നാൽ അള്ളാഹു പേനെ സൃഷ്ടിക്കുകയും അതിനോടെല്ലാം എഴുതാൻ പറയുകയും ചെയ്ത ഹദീസിൽ അതിന്റെ കൂടുതൽ ശരിയായ വാചകം ഇങ്ങനെയാണ്: ഔവലമ ഖലഖല്ലാഹുൽ ഖലം. അള്ളാഹു കലമിനെ പടച്ചപ്പോൾ ആദ്യം അതിനോട് പറഞ്ഞു എഴുതാൻ. അല്ലാതെ അതിനെ ആദ്യം പടച്ചു എന്ന് അല്ല, മറിച്ച് ആകാശഭൂമികളെ പടക്കുന്നതിന് മുൻപ് അള്ളാഹു അർശിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ നൂനിയയിൽ ഇങ്ങനെ അതേക്കുറിച്ച് പറഞ്ഞു: വന്നാസു മുഖ്തലിഫൂന ഫിൽ ഖലമിൽ ലദീ കുതിബൽ ഖദാഉ ബിഹി മിനദ് ദയ്യാൻ. ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അള്ളാഹു വിധി എഴുതിയ കലമാണോ? ഹൽ കാന ഖബ്ല അൽ അർശി ഔ ഹുവ ബഅദഹു ഖൗലാൻ ഇൻദ അബിൽ അല അൽ ഹമദാനി. അബുൽ അല അൽ ഹമദാനി അദ്ദേഹത്തിനൊക്കെ ഉള്ളതുപോലെ രണ്ട് ഖൗലുകൾ ആളുകൾക്കിടയിലുണ്ട്. അർശാണോ ആദ്യം പടച്ചത്, അതല്ല കലമാണോ? والحق أن العرش قبل لأنه قبل الكتابة كان ذا أركان. കൂടുതൽ ശരി കലമിനേക്കാൾ മുൻപേ അർശ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം പഠിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ആദ്യത്തെ സൃഷ്ടി എന്ന് മനസ്സിലാക്കുക. മനസ്സിലായി, നമുക്കറിയാവുന്ന ആദ്യത്തെ സൃഷ്ടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളെക്കുറിച്ച്, അവന്റെ പടപ്പുകളെക്കുറിച്ച് അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറവും മുൻപേയുമാണ് അവന്റെ കാര്യമെന്ന് പറയുന്നത്. ചിന്തിച്ചാൽ അറ്റം ലഭിക്കാത്ത കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു മുൻപ് സൃഷ്ടിച്ചത് എന്നിങ്ങനെയുള്ള വിഷയം. അത് കൂടുതൽ ആഴത്തിലുള്ള മറ്റൊരു ചർച്ചയായതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നോക്കൂ, ആറാമത്തെ പ്രത്യേകത അർശിന്റെ പ്രത്യേകതയാണ്. അർശ് അള്ളാഹു അവന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഖലഖല്ലാഹു അർബഅത അശ്യാഅ ബിയദിഹി. അള്ളാഹു 4 കാര്യങ്ങൾ അവന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചു: അൽ അർശ വൽ ഖലമ വ ആദമ വ ജന്നത അദ്ൻ. അർശും ഖലമും പിന്നെ മനുഷ്യരുടെ പിതാവായ ആദം അലൈഹിസ്സലാം, വ ജന്നത അദ്ൻ, അതുപോലെ അദ്ൻ എന്ന സ്വർഗം. ജന്നത്തു അദ്ൻ എന്നാൽ ജന്നത്തു ഇഖാമ, ആളുകൾക്ക് താമസിക്കാനുള്ള സ്വർഗം. ജന്നത്തു അദ്ൻ മറ്റ് കിതാബുകൾ നൽകപ്പെട്ടവരുടെ ഭാഷയിൽ കേട്ട് ഏദൻ തോട്ടം എന്നൊക്കെ അവർ പറയാറുണ്ട്. ഇതിനെക്കുറിച്ചാണ് ജന്നത്തു അദ്ൻ, ജന്നത്തു ഇഖാമ. ثم قال لسائر الخلق كن فكان. ബാക്കിയുള്ളതിനോടൊക്കെ അള്ളാഹു പറഞ്ഞു കുൻ, ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം ഉണ്ടായി. 4 കാര്യങ്ങൾ അള്ളാഹു അവന്റെ കൈ കൊണ്ട് പഠിച്ചു. എന്തൊക്കെ? അർശും ഖലമും ആദമും അതുപോലെ ജന്നത്തു അദ്ൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. സഹാബത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, അവർ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞതായി സ്ഥിരപ്പെട്ടാൽ ഇത് ഒരിക്കലും സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പറയാവുന്ന കാര്യമല്ല. സഹാബത്ത് അങ്ങനെ പറയുന്നവർ അല്ല. അവരിൽ നിന്ന് അഹ്ലുൽ കിതാബിന്റെ വിജ്ഞാനം വല്ലതും സ്വീകരിച്ചു എന്ന് അറിയപ്പെട്ട സഹാബിമാരല്ല. അല്ലാത്ത സഹാബിമാരാണ് എങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ അവർ പറഞ്ഞാൽ അതിന് ഹുക്മുൽ മർഫൂ', നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വിധി പറയപ്പെടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിധി ആ വാക്കിന് പറയപ്പെടും. നബി പറഞ്ഞു എന്ന് നമ്മൾ പറയുകയില്ല. സഹാബത്ത് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയില്ല. അപ്പൊ നോക്കൂ, ഇതാണ് അർശിന്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ് ഇസ്തിവ എന്ന് പറഞ്ഞാൽ. ഇസ്തവ അലൽ അർശ്. ഇസ്തവ അല എന്നാൽ അതിന്റെ അർത്ഥം മുകളിലായി എന്നാണ്. ഖുർആനിൽ ആ വാക്ക് വന്നിട്ടുള്ള ബാക്കി ഇടങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. വാഹനത്തിൽ കയറുന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. ഇദസ്തവൈതും അലൈഹി, നിങ്ങൾ അതിന്റെ മുകളിൽ കയറിയാൽ. അതുപോലെ കപ്പലിൽ കയറുന്നതിനെ കുറിച്ച് അള്ളാഹു ആ വാക്ക് പ്രയോഗിച്ചത് കാണാം. വഇദസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽക്. നൂഹ് നബിയോട് പറഞ്ഞു, താങ്കളും താങ്കളുടെ കൂടെയുള്ളവരും അതിന് മുകളിൽ കയറിയാൽ. ഏത് വാക്കാണ് പ്രയോഗിച്ചത്? ഇസ്തവ അല. അതുപോലെ ഈ കപ്പൽ അത് ജൂദി പർവ്വതത്തിന്റെ മുകളിൽ പോയി നിന്നു. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു വസ്തവത് അലൽ ജൂദി. ആ കപ്പൽ ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ആയി. അപ്പൊ നോക്കൂ, ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. ഇസ്തവ അല എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിവ ആകട്ടെ, അവന്റെ ആരോഹണമാകട്ടെ, അത് ഒരു സൃഷ്ടിയുടെയും പോലെയല്ല. അള്ളാഹുവിന്റെ
ഒരു പടപ്പിന്റെയും പോലെ അല്ല അതിന്റെ അർത്ഥം. എന്നാൽ ഈ സിഫത്തിനെ നിഷേധിച്ച ആളുകൾ ഇതിനർത്ഥം മാറ്റി പറഞ്ഞു. ഇസ്തവ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് തഫ്സീറിന്റെ കഴിഞ്ഞ ആഴ്ച ദർസിൽ പറഞ്ഞതുപോലെ അവരെന്തർത്ഥം പറഞ്ഞു? ഇസ്തവ എന്നതിന് ഇസ്തൗല എന്നർത്ഥം പറഞ്ഞു. എന്തക്ഷരം കൂട്ടി? ലാമ് കൂട്ടി. ഏതുപോലെ? ആരെ പോലെ? നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദർസിൽ. ആര് പറയും? യഹൂദികൾ ഹെത്ത എന്ന് പറഞ്ഞപ്പോൾ ഹെന്ത നൂൻ എന്ന് കൂട്ടിയതുപോലെ. ഹെത്ത പാപങ്ങൾ പുറത്തു തരണേ എന്ന വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ അവർ ഹെന്ത ഗോതമ്പ് മണി എന്നർത്ഥം പറഞ്ഞ റബ്ബിനെ, അവന്റെ കൽപ്പനയെ പരിഹസിക്കുന്ന രൂപത്തിൽ അങ്ങോട്ടേക്ക് കയറി. അതാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്, ഉമിറൽ യഹൂദു ബി അൻ യഖൂലു ഹിത്തത്തുൻ ഫഅബൗ വഖാലു ഹിന്തത്തുൻ ലിഹവാനി. യഹൂദികളുടെ ഹിത്ത എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവരവരുടെ നിന്യത കൊണ്ട് ഹിന്ത എന്ന് നൂന് കൂട്ടി പറഞ്ഞു. وكذلك الجهمي قيل له استوى فأبى وزاد الحرف للنقصان. ഇതേപോലെയാണ് ജഹ്മിയും. അവനോട് ഇസ്തവ എന്ന് റബ്ബ് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അല്ല ഇത് ഞാൻ സമ്മതിക്കില്ല, ഇസ്തൗല. എന്താ ഇസ്തൗല എന്ന് പറഞ്ഞ അർത്ഥം? അധികാരം നേടി, അർശിന് മുകളിൽ ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞതിന് അവൻ ഇസ്തൗല എന്നാക്കി. قال استوى استولى وذا من جهله لغة وعقلا ليس يستويان. ഇതവന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞതാണ്. ഭാഷ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇതൊരിക്കലും ശരിയാവുകയില്ല. നൂനുൽ യഹൂദി വലാമു ജഹ്മിയ്യിൻ ഹുമാ ഫീ വഹി റബ്ബിൽ അർശി സായിദതാൻ. യഹൂദിയുടെ നൂനും ജഹ്മിയുടെ ലാമും ഇത് രണ്ടും അള്ളാഹുവിന്റെ വഹിയിൽ കൂട്ടിച്ചേർത്തതാണ്. അള്ളാഹുവിന്റെ വഹിന് മുകളിൽ അവർ കെട്ടിയുണ്ടാക്കിയതാണ്. നിങ്ങൾ നോക്കൂ, ഖൗം എന്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ പറഞ്ഞത്? അർശിന് മുകളിൽ ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അർശ് ആവശ്യമുണ്ട് എന്ന് വരും. അത് സൃഷ്ടികളെ പോലെ ആയിപ്പോകും. ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ ഇസ്തിവാ പോലെയല്ല സൃഷ്ടികളുടെ ഇസ്തിവാ. പോട്ടെ, സൃഷ്ടികളുടെ എല്ലാവരും ഇസ്തിവാ ഒരുപോലെയാണ്. ഒരാളുടെ ഇസ്തിവാ ഒരുപോലെ ആവുമോ? നിങ്ങൾ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞ ഈ 3 ഉദാഹരണങ്ങൾ നോക്കി. ഒന്ന് വാഹനപ്പുറത്ത്, വാഹനം മൃഗത്തിൽ കയറുക. ഒന്ന് കപ്പലിൽ കയറുക. ഇതൊരു മനുഷ്യൻ ഈ രണ്ടിൽ കയറുന്ന ഒരുപോലെയാണ്. കപ്പലിൽ കയറി ഇരിക്കുന്നത് ഒരു കഴുതപ്പുറത്ത് കുതിരപ്പുറത്ത് കയറുന്നത് ഒരുപോലെയാണ്? അല്ല. പോകട്ടെ, ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു ഈ കപ്പൽ ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ഇസ്തിവാ ചെയ്തു. കപ്പലിന്റെ ഇസ്തിവാ അതെങ്ങനെയായിരിക്കും? മനുഷ്യന്റെ ഇസ്തിവാ പോലെയല്ല. മനുഷ്യരുടെ കാര്യം തന്നെ ഇങ്ങനെയാണ് എങ്കിൽ പിന്നെ സൃഷ്ടാവായ റബ്ബിന്റെ ഇസ്തിവാഇനെ നീ എങ്ങനെ പടപ്പുകളുടെ ഇസ്തിവാഇനോട് അതിനോട് ഖിയാസാക്കി അതിനെ നിഷേധിക്കും? പോട്ടെ, ഖൗം എന്നിട്ട് അതിനർത്ഥം പറഞ്ഞാൽ എന്താണ്? ഇസ്തൗല, അധികാരം നേടി. എന്നിട്ട് അവർ അതിനൊരു കവിതയും തെളിവായി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ ഇങ്ങനെ ഒരു കവിത അറിയപ്പെട്ടിട്ടില്ല. അത് കെട്ടിയുണ്ടാക്കിയ കവിതയാണെന്ന് പലരും പറഞ്ഞത് കാണാം. അവർ പറഞ്ഞു, അറബി ഒരു കവിതയുണ്ട്, ഖദിസ്തവ ബിശ്റുൻ അലൽ ഇറാഖി മിൻ ഗൈരി സൈഫിൻ വദമിൻ മിഹ്റാഖി. ബിശ്ർ ഇറാഖിന്റെ മേൽ ഇസ്തിവാ ചെയ്തു എന്നാണ് കവിത. കവിതയുടെ വാക്ക് അങ്ങനെയാണ്. അവിടെ അർത്ഥം അധികാരം നേടി എന്നാണ്. ഇറാഖിന്റെ അധികാരം ബിശ്ർ നേടി. അപ്പൊ ഇസ്തവാക്ക് അധികാരം നേടിയ അർത്ഥമുണ്ട്. ഇവിടെയും അതാണ് അർത്ഥം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കവിത അത് അറബി ഭാഷയിൽ അറിയപ്പെട്ട കവിതയല്ല. ശരി, ഇനി അത് വാദത്തിന് വേണ്ടി സമ്മതിച്ച തന്നാൽ പോലും അധികാരം നേടി എന്ന് റബ്ബിനെ കുറിച്ച് പറഞ്ഞാൽ കൂട്ടരെ അതും സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാവൂലേ? നിങ്ങൾ പറഞ്ഞ കവിതയിൽ വരെ അധികാരം നേടിയതാരാ? ബിഷർ എന്ന് പറഞ്ഞ ഒരാളല്ലേ? നിങ്ങൾ തെളിവായി പറഞ്ഞ കവിതയിൽ വരെ ആരാ അധികാരം നേടിയത്? ബിഷർ എന്ന് പറയുന്ന ആളാണ്. അത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അതും സൃഷ്ടികളോട് അവനെ സാദൃശ്യപ്പെടുത്തലാവുകയില്ലേ? അപ്പൊ അവർ പറയും അത് ആവുകയില്ല. എന്താ കാരണം? അത് പടപ്പുകളുടെ അധികാരം നേടൽ, ഇത് പടച്ച റബ്ബിന്റെ അധികാരം നേടൽ, രണ്ടാണ്. അതാണ് നമ്മളും പറയുന്നത്. ഇത് പടപ്പുകളുടെ ഇസ്തിവാ, ഇത് പടച്ച റബ്ബിന്റെ ഇസ്തിവാ, രണ്ടും ഒരുപോലെയല്ല. യഥാർത്ഥത്തിൽ നോക്കൂ, ഈ ഇങ്ങനെ ഒരു അർത്ഥം ആ വാക്കിന് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് അതിന് തെളിവില്ല, 2 ഭാഷയിൽ ഇസ്തവ എന്നത് ഇസ്തൗല എന്ന അർത്ഥമില്ല. മുകളിൽ ആരോഹണം ചെയ്തു എന്നാണ് അർത്ഥം. അധികാരം നേടി എന്ന അർത്ഥമില്ല. ഇബ്നുൽ അറാബി എന്ന ഭാഷാ പണ്ഡിതനോട് ഈ വഴികേടിന്റെ ഇമാമുമാരിൽ ഒരാൾ അഹ്മദ് ഇബ്നു അബി ദുആദ്, ഇമാം അഹ്മദിന്റെ എതിരാളിയായിരുന്ന ആൾ പോയി ചോദിച്ചിട്ടുണ്ട്, ഇസ്തവാക്ക് ഇസ്തൗല എന്ന അർത്ഥമുണ്ടോ? ആൾ പറഞ്ഞു അങ്ങനെ അർത്ഥമില്ല. അതുപോലെ സലഫിന്റെ ഇജ്മാ, മുൻഗാമികളുടെ ഏകോപിച്ച അഭിപ്രായമാണ്, ഇതിന് വേറെ അർത്ഥമില്ല, ഇതിന്റെ അർത്ഥം മുകളിലായി എന്നാണ്. അതുപോലെ ഈ അർത്ഥം ബാക്കിയുള്ളതിനൊക്കെ വെച്ചാൽ എന്ത് സംഭവിക്കും? ബാക്കിയുള്ളതിനൊക്കെ വെച്ചാൽ എന്ത് സംഭവിക്കും? അല്ലാഹു റബ്ബുൽ ആലമീൻ
അവൻ ആകാശഭൂമികളെ പടച്ചു. അവൻ അർശിന്മേൽ ഇസ്തിവാ ചെയ്തു. അധികാരം നേടി എന്ന് പറഞ്ഞാലോ അതിനു മുമ്പ് അള്ളാഹുവിന് അധികാരമില്ലേ? കാരണം ഖുർആൻ 6 സ്ഥലത്ത് വന്നത് എന്താ? സുമ്മ ഇസ്തവ അലൽ അർശ്, പിന്നെ ശേഷം ഇസ്തിവാ ചെയ്തു. അതവൻ ശേഷം ചെയ്ത പ്രവൃത്തിയാണ്, അവന്റെ പ്രവർത്തനമാണ്. അപ്പൊ നേരത്തെ അധികാരമില്ലായിരുന്നില്ലേ? അതിന് അധികാരം നേടിയെന്ന് അർത്ഥം പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ, ഖുർആനിന്റെ അർത്ഥം ഇങ്ങനെ തള്ളിക്കളയുന്ന സ്ഥിതി വന്നു ചേരും. ഒരു നിലക്കും ഇത് ശരിയാവുകയില്ല. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഇത് ചോദിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? റഹ്മാനു അലൽ അർശി ഇസ്തവ. ഒരാൾ ചോദിച്ചു കൈഫ ഇസ്തവ. റിവായത്തുകളിൽ കാണാം ഇമാം അഹ്മദ് റഹിമഹുല്ലാ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മാറിയെന്നാണ്, വിയർത്തു. കാരണം ആ ചോദ്യം ഗുരുതരമായ തെറ്റായ ബിദ്അത്തിന്റെ ചോദ്യമാണ്. ഇമാം അഹ്മദ് പറഞ്ഞു അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ. ഇസ്തിവാ അറിയാത്തൊരു കാര്യമല്ല. എന്താണ് അറിയാത്ത കാര്യമല്ല എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം അറിയാം, അർത്ഥം എല്ലാവർക്കും അറിയാം. വൽ കൈഫു ഗൈറു മഅഖൂൽ. എന്നാൽ അത് എങ്ങനെ എന്നത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന്റെ കൈഫിയത്ത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. നോക്കൂ, അതിന്റെ അർത്ഥം അറിയാം, അതെന്താണെന്ന് അറിയാം, പക്ഷെ അതിന്റെ രൂപം നമുക്കറിയില്ല. ഈമാനു ബിഹി വാജിബ്, അതിൽ വിശ്വസിക്കാൻ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെക്കുറിച്ചുള്ള ഈ ചോദ്യം കൈഫ, എങ്ങനെ അല്ലാഹു അവൻ ഇറങ്ങും, അവന്റെ വജ്ഹ്, അവന്റെ യദ് എന്നൊക്കെ പറഞ്ഞാൽ കൈഫ എന്നതിന്റെ ചോദ്യം ബിദ്അത്തിന്റെ ചോദ്യമാണ്. സഹാബത്ത് ചോദിച്ചിട്ടില്ല. എന്നിട്ട് ഇമാം മാലിക് പറഞ്ഞു റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞു നീ ഒരു മോശം ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പേര് മറിവ് ഇമാം അഹ്മദ് എന്നാണ്, ഇമാം മാലിക്കാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ നീ ഒരു മോശക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇമാം അഹ്മദ് അയാളെ സദസ്സിൽ നിന്ന് പുറത്താക്കാൻ കൽപ്പിച്ചു. അയാൾ ആ സദസ്സിൽ നിന്ന് പുറത്താക്കിയുണ്ടായി. അഹ്ലു സുന്നത്ത് പ്രതാപത്തിലും അതുപോലെ അങ്ങനെ പുറത്താക്കിയാൽ ആളുകൾ അയാൾക്ക് പിന്നാലെ പോകാതിരിക്കുകയും ചെയ്യുന്ന കാലമാണ്. എന്നാൽ അതല്ലാത്ത കാലം വന്നാൽ അതിനനുസരിച്ച് കൂടുതൽ ഖൈറായതെന്തോ ആ നിലപാട് സ്വീകരിക്കേണ്ടി വരും. പിൽക്കാലത്ത് അഹ്ലുസുന്നത്തിന്റെ ഇമ്മത്തുകളിൽ ഒരാൾ അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ഒരാൾ ഇതുപോലത്തെ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇമാം മാലിക് ചെയ്തതുപോലെ ചെയ്തില്ല. മറിച്ച് ആളെ വിളിച്ച് സംസാരിച്ചു, അവർക്ക് പറഞ്ഞു കൊടുത്തു, തിരുത്തി കൊടുത്തു. ഇങ്ങനെയാണ് ചെയ്തത്. അത് മസാലിഹ് മഫാസിദ് അനുസരിച്ച് ചിലപ്പോൾ അതിൽ മാറ്റം വരുത്തേണ്ടി വരും. അടിസ്ഥാന നിയമം എന്താണ്? ഇതുപോലുള്ള ബിദ്അത്തിന്റെ വഴികേടിന്റെ കക്ഷികളെ അടുപ്പിക്കരുത്, അവരുമായി അകലം പാലിക്കുക. അതാണ് അടിസ്ഥാന നിയമം. അതിൽ യാതൊരു സംശയമില്ല. അസ്ൽ അതാണ്, അടിസ്ഥാന നിയമം അതാണ്. പക്ഷെ അതുകൊണ്ടുള്ള മസ്ലഹത്ത് അത് നടക്കാതെ വന്നാൽ ഒരാൾ പുറത്താക്കി. ഇപ്പൊ ചില നാടുകളിൽ ചില കാലത്ത് ഒരുത്തനെ പുറത്താക്കി, ആ പുറത്താക്കപ്പെട്ടവന്റെ പിന്നാലെ ആയിരിക്കും എല്ലാവരും പോകുക. അങ്ങനെയുള്ള കാലം വന്നാൽ ചിലപ്പോൾ അതായിരിക്കില്ല ഖൈർ, മറിച്ച് അതിന്റെ കാര്യകാരണങ്ങൾ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കലും അവർക്കത് മനസ്സിലാക്കി കൊടുക്കലും ആയിരിക്കും ഖൈർ. അപ്പൊ ആളുകൾ തന്നെ അവനെ പുറത്താക്കിക്കൊള്ളും, ആളുകൾ തന്നെ അവനെ ഒഴിവാക്കിക്കൊള്ളും. അതാണ് രീതി. മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സദസ്സിൽ നിന്ന് ഒരുത്തനെ പുറത്താക്കിയാൽ അവന്റെ പിന്നെ ആരും പോവുകയില്ല. മാലിക് റഹിമഹുല്ലാ പ്രത്യേകിച്ച് അത്രയും ഹൈബത്തുണ്ടായിരുന്ന ഇമാമായിരുന്നു എന്നാണ്. മദീനയിൽ മസ്ജിദുൻ നബവിയിൽ ഇമാം മാലിക് ഇരുന്നതിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒരു രാജാവ് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ അത്രയും ഹൈബത്തുണ്ടായിരുന്നു. മാലിക്കിന് രാജാക്കന്മാരുടെ ഭാവത്തിലിരിക്കുന്നു എന്നല്ല, പക്ഷെ അത്രയും ഒരു ഹൈബ, അത്രയും ഒരു ഗാംഭീര്യം ഇമാം മാലിക്കിന് ഉണ്ടായിരുന്നു എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. അതുപോലെ ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ പോലും, മുവത്ത എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ പോലും ഇമാം മാലിക്കിന്റെ ഹൈബത്ത് ഇറങ്ങി എന്ന് ചിലർ പറഞ്ഞത് കാണാം. അത്രയും ഗാംഭീര്യമുള്ള കിതാബായിരുന്നു ഇമാം മാലിക് ബിൻ അനസിന്റെ മുവത്ത റഹിമഹുല്ലാഹ് റഹിമല്ലാഹു അഇമ്മത്തുൽ മുസ്ലിമീൻ. ഇത്രയുമാണ് നമുക്ക് ഈ റബ്ബിന്റെ സിഫത്തിനെ കുറിച്ച് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ ശരിയായ അഖീദയിൽ ജീവിച്ചു മരിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.